അപ്പോൾ ഒരുപാട് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സസിൽ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്നതാണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ലുക്കിൽ നല്ലൊരു കളറിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. നല്ല ഒരു അടിപൊളി ഗ്രീൻ ആണ്. ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ബ്ലൂവും ബ്ലാക്കും പ്രിന്റിങ്ങും ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നീലടിക്കുന്ന പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള നെക്കാണ്. വി നെക്ക് എന്ന് പറയാൻ പറ്റില്ല, റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കേവ്, യു കേവ് മോഡലിലുള്ള ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. ഇപ്പോഴത്തെ ഷോർട്ട് കുർത്തീസിനൊക്കെ ഉള്ളത് അധികവും ഈ ഒരു ഫുൾ സ്ലീവ് ആണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളതാണ് ഈ ഒരു ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തീസ്. ഇനി ഇതിന്റെ താഴെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലീറ്റ്സിന്റെ ഇവിടെ തന്നെ കട്ടിങ് വന്നിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ആലിയ കട്ട് കുർത്തീസിനൊക്കെ ഉള്ള പോലത്തെ. എന്നിട്ടാണ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. താഴെ അതാ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വലുതായിട്ടൊരു പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ പ്ലീറ്റ്സ് ഇതാ സ്ട്രൈറ്റ് ആയിട്ട് നേരെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതാ നമ്മൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള കട്ടിംഗ് ആണ് വന്നത്. ബാക്ക് സൈഡിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ പ്രിന്റിങ് സെയിം ആണ്. മേലത്തെ പ്രിന്റിങ്സും താഴത്തെ പ്രിന്റിങ്സും കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. സ്മോൾ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ്. 330 റുപ്പീസിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇതിന്റെ കളേഴ്സ് വേറെ ഒന്നും അവൈലബിൾ അല്ല. ഈ ഒരൊറ്റ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് 10 തന്നെ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളത് ഈ ഒരു പെയിന്റിങ് ഈ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റിങ് അല്ല, ഇത് പുറമേന്ന് കൊടുത്തിട്ടുള്ള പെയിന്റിങ് ആണ്. അപ്പൊ ഒരുപാട് കാലം യൂസ് ചെയ്താൽ നമ്മൾ നല്ലപോലെ അരച്ചൊക്കെ തരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെയിന്റിങ് പോകും. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ഇളക്കി പോകില്ല. പിന്നെ കളർ പോകുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഏത് സീസണിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുക്കുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ കളേഴ്സ് വേറെ അവൈലബിൾ അല്ല. ഇനി അഥവാ അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിന്റെ ലിങ്കിന്റെ കൂടെ അതിന്റെയും കൂടെ ലിങ്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ടോപ്പാണ്. വൈറ്റ് കളറിലുള്ള ഒരു ടോപ്പാണ്. ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഫുൾ സ്ലീവില് ബട്ടൺസ് കൊടുത്തിട്ടുള്ളതാണ്. കോളേർഡ് ആയിട്ടുള്ള നെക്ക് വന്നിട്ടുണ്ട്. ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഏറ്റവും എൻഡിങ്ങിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു കയറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കെട്ടി വെച്ചിട്ട് മോഡേൺ ആക്കിയിട്ട് ചെയ്യാം. ഇത് സ്കേർട്ടിലോട്ടും ജീൻസിലോട്ടും ഒരുപോലെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ സ്കേർട്ടിലോട്ടായിരിക്കും ഭംഗി എന്ന് തോന്നുന്നുണ്ട്. ജീൻസിലോട്ടും യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ്. പിന്നെ ഇത് മീഡിയം സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എസ് ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ് ഈ ഒരു വൈറ്റ് ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതിന്റെ വൈറ്റ് ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് നീലടിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഉള്ളിൽ ഇന്നറോ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക. ബ്ലാക്കിന് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നീലടിക്കാൻ മീൻസ് ഇത് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഇനി നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇതിന്റെ കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡാണ്. നല്ല നമ്മുടെ റോസിന്റെ ഒക്കെ ആ ഒരു സെയിം കളറാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ ചെറിയൊരു വി കട്ടിങ് വന്നിട്ടുള്ള ഒരു നെക്കാണ്. നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടണിൽ തന്നെ കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ്, മിക്സഡ് ആണ്. പിന്നെ ഇതിന്റെ പ്രിന്റിങ്സ് ഒന്നും ഇളകി പോകുന്ന പ്രശ്നമില്ല. ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള പ്രിന്റിങ്സ് ആണ്, ഈ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റിങ്സ് ആണ്. നല്ല അടിപൊളി പ്രിന്റിംഗ് ആണ്. കംപ്ലീറ്റ് ഒരു പ്രിന്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. പിന്നെ അതേപോലെ ഈ ഒരു ഷോർട്ട് കുർത്തി വന്നിട്ട് സൈഡ് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. രണ്ട് സൈഡിലും ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. എസ് ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾ നെട്ടുട്ടോ. 200 റുപ്പീസിന് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇത് നമുക്ക്
കാഷ്വൽ വെയർ ആയിട്ട് ഇടാം, അതേപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ട് ഇടാം, ഡെയിലി യൂസിന് പറ്റും, അങ്ങനെ എല്ലാം പറ്റുന്ന ഒരു അടിപൊളി ഷോർട്ട് കുർത്തിയാണ്. ഇതിന് കളേഴ്സ് വേറെ ഒന്നും അവൈലബിൾ അല്ല, ഈ ഒരൊറ്റ കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി വേറെ ഒരു കളർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇനി അടുത്തത് വന്നിട്ട് ഒരു ഡെനിം ജീനാണ്. ഇതൊരു വൈഡ് ലെഗ് ആയിട്ടുള്ള ജീനാണ്. മീഷോയിൽ ഞാൻ ജീൻസ് കാര്യങ്ങൾ വാങ്ങിയിട്ടില്ല, ഒരു സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ജീന് ഞാൻ കുറേ തപ്പി നോക്കി, ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതും നമുക്ക് പറ്റുന്നതും ആയിട്ടുള്ളത് ജീൻസ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി നോക്കി കിട്ടിയതാണ് ഇത് ഞാൻ യൂസ് ആക്കിയിട്ടുള്ള വാഷ് ചെയ്തതും കൂടി ആയിട്ടുള്ള ഒരു ജീനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചുകൂടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീനിന്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നല്ല അടിപൊളിയാണ്, നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ സൈഡിൽ, ഫ്രണ്ട് സൈഡിൽ 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്, ബാക്ക് സൈഡിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് വൈഡ് ലെഗ് ആയിട്ടുള്ളതാണ്, അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിലും കിട്ടിയിട്ടുള്ളതാണ്. വാഷ് ചെയ്തിട്ട് ഇതിന്റെ കളർ ഇളകി പോകുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും പോരുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ലൊരു കളർ ഷെയ്ഡും കൂടെയാണ്. ഇനി ഞാൻ ഇതിന്റെ സൈസ് എടുത്തിട്ടുള്ളത് 30 ആണ്, എന്റെ കറക്റ്റ് സൈസ് 30 ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നോർമൽ സൈസ് ഏതാണോ അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഏത് ടോപ്സിലോട്ടും അല്ലെങ്കിൽ ഷർട്ട്സിലോട്ടും ഏതിലോട്ട് വേണമെങ്കിലും പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. ഇനി ജീൻസിന്റെ സെപ്പറേറ്റ് ഹോൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക, ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസിലുള്ളത് നോക്കി എടുത്തതാണ്, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ള ഒരു ജീനും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിന്റെ സൈസസ് 28, 30, 32, 34 ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഇപ്പോൾ നിങ്ങൾ നോക്കുക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോന്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു മോർ എന്നുള്ള ഒരു ഇത് കാണും, അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ലിങ്ക്സും പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഒക്കെ കാണും. അപ്പൊ അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വന്നിട്ട്. ഇനി അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ബ്ലാക്കിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു ബലം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ ഒക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്നൊന്ന് ഒതുങ്ങി നിൽക്കും. നല്ല ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഈ ഒരു കർവ് മോഡലിലുള്ള നെക്കാണ്. ഈ ഒരു നെക്കിന്റെ ഇവിടെ ആയിട്ട് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലീവ് വന്നിട്ട് നമ്മുടെ ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇത്രയാണുള്ളത് കേട്ടോ, ചെറിയ സ്ലീവ് ആണ്. ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും എൻഡിങ്ങിലായിട്ട് ഡബിൾ ലെയറിൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലേസ് വർക്ക് ആണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ടുള്ളത്, ഈ ഒരു നെക്കിനും ഇതിനും. പിന്നെ ഇതിന്റെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറ് കൊടുത്ത് കണ്ടോ, ഏറ്റവും എൻഡിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കയർ നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ ഏറ്റവും എൻഡിങ്ങിലായിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ബാക്ക് സൈഡിലും ഈ ഒരു ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഒരു അടിപൊളി സിമ്പിൾ ലുക്ക് തരുന്നതാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 330, 350 റുപ്പീസ് ആണ്. ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിന്റെ കളേഴ്സ് ഞാൻ വേറെ ഏതും കണ്ടിട്ടില്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. ഇതിന്റെ സൈസ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, ഓരോരുത്തരുടെ സൈസ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ സ്മോൾ അല്ലെങ്കിൽ മീഡിയം, ഇതിൽ ഏതെങ്കിലും ആണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. സ്മോൾ ആണെങ്കിൽ എനിക്ക് കറക്റ്റ് സൈസ് ആയിരിക്കും, പക്ഷെ എനിക്ക് കുറച്ച് ലൂസിൽ ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മീഡിയം സൈസ് ആണ് കൂടുതൽ എടുക്കാറുള്ളത്. ഇത് XXL ആണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതിൽ സൈസ് ചാർട്ട് നോക്കിയ സമയത്ത് എൻ്റെ ബസ്റ്റ് സൈസിനനുസരിച്ചിട്ടുള്ളത് XXL ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ സൈസ് ഒക്കെ നോക്കിയിട്ട് മേടിക്കുക. അപ്പൊ ഇതിന്റെ
ലിങ്കും കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് എന്ന് വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. നല്ല ഒലീവ് ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതൊരു ടോപ്പാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് കുറച്ചൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള നെക്കാണ്, കുറച്ചൊരു ഹൈ നെക്കാണ്. ഇതിന്റെ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോട്ടോസ് ഒക്കെ കൊടുക്കുക, അപ്പൊ കറക്റ്റ് പിക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് വൈറ്റ് കളറിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ലേസ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവിന്റെ അത്രയും വരുന്ന സ്ലീവ് ആണ്. സ്ലീവിൽ ഇവിടെയും നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ്. അതിനുശേഷം ഇതേപോലത്തെ ഒരു സംഭവമാണ് ഏറ്റവും എൻഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട്